അതുകൊണ്ടാണ് 4 കാര്യം 4 വിഷയത്തിന് പരിഹാരമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. 4 വാചകം ഞാൻ പറഞ്ഞുതരാം. അത് 4 വിഷയങ്ങൾക്ക് പരിഹാരമാണ്. ഒന്നാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഒരു മനുഷ്യൻ ജീവിതത്തിൽ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എത്ര കണ്ടൊരു മനുഷ്യൻ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ടോ, അംനും മിനൽ ഐൻ, അത് കണ്ണേരിന് കാവലാണ് കേട്ടോ. അത് വലിയ പവറുള്ള ഒരു വാചകമാണ്. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഓ ഉമ്മമാരെ, നമ്മുടെ ചെറിയ മക്കൾക്ക് അതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ജിമിക്ക് കമലല്ല. നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സിനിമയുടെ പാട്ടല്ല. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒരു വീഡിയോ കണ്ടു, പത്രത്തിലും വന്നു. ഒരു ചെറിയ കുട്ടി, ആൺകുട്ടിയാണ്. ആ ആൺകുട്ടിയുടെ കൈ വിരലിൽ മോതിരം കുടുങ്ങിപ്പോയി. ആ ആൺകുട്ടിയുടെ കൈ വിരലിൽ മോതിരം കുടുങ്ങിപ്പോയി. അപ്പൊ പോലീസുകാരെല്ലാരും ചേർന്നിട്ട് വിരലിൽ കുടുങ്ങിപ്പോയ മോതിരത്തെ മുറിച്ചെടുക്കുകയാണ്. അതിൽ നിന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്തുകയാണ്. ആ സമയത്ത് ഈ കുട്ടിയോട് പാടാൻ പറഞ്ഞു. എന്തിന്? വേദന അറിയാതിരിക്കാൻ പാടാൻ പറഞ്ഞപ്പോ ഈ കുട്ടി പാടിയത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാട്ടാണ് പാടിയത്. എനിക്ക് അഭിമാനം തോന്നിയത് ആ കുട്ടിയോടല്ല, ആ കുട്ടിയുടെ ഉമ്മാനോട് അഭിമാനം തോന്നിപ്പോയി, ആ കുട്ടിയുടെ ബാപ്പാനോട് അഭിമാനം തോന്നിപ്പോയി. കാരണം ഈ കുട്ടി ഇങ്ങനെയാകാൻ കാരണം കുട്ടിയുടെ ഉമ്മയാണ്, ബാപ്പയാണ്. അതേ സമയത്ത് ആ കുട്ടിയോട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പാട്ട് പാടാൻ പറഞ്ഞപ്പോ സിനിമ പാട്ട് പാടാമായിരുന്നു, പാടിയില്ല. പട്ടുറുമാലിലൂടെ വരുന്ന പാട്ട് പാടാമായിരുന്നു, പാടിയില്ല. ആ കുട്ടി പാടിയതോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിയിട്ടുള്ള പാട്ടാണ് കേട്ടോ. അവിടെ ആദരിക്കേണ്ടത് ആ കുട്ടിയുടെ ഉമ്മാനെയാണ്, ബാപ്പാനെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികൾക്ക് നല്ല നല്ല വാചകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. പോരാ, ആ കുട്ടിയെ അതുപോലെ വളർത്തുന്നതിനല്ലേ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ മർക്കദു സഖാഫത്തി സുന്നിയയുടെ കീഴിൽ സഹറത്തുൽ ഖുർആൻ അല്ലേ, സഹറത്തുൽ ഖുർആൻ മർക്കസിന്റെ കീഴിൽ, സിറാജുൽ ഹുദയുടെ കീഴിലും തത്തുല്യമായ പദ്ധതിയുണ്ട്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളുടെ കീഴിലുണ്ട്. എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? പഴയകാലം പോലെയല്ല, മദ്രസയിലേക്ക് പോകുന്നതിന്റെ കാലാവധിക്ക് മുമ്പ് തന്നെ നമ്മുടെ കുട്ടി പഠിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. ആ കുട്ടിന്റെ കയ്യിൽ ഒരു മിഠായി കൊടുത്താൽ നമ്മളെ തൊള്ളയിൽ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവില്ല ഒരു നന്ദിയുടെ വാക്ക്. ആ കുട്ടിക്ക് ഒരു മിഠായി കൊടുത്താൽ കുട്ടി എന്താ പറയാരോ? ജസാക്കുമുല്ലാഹു ഖൈറാ എന്ന് പറയും. അപ്പൊ നമ്മളിങ്ങനെ തൊള്ളം തുറന്നിട്ട് എന്തായി പറഞ്ഞേ, നല്ലത് പറഞ്ഞതാണോ തെരി പറഞ്ഞതാ നമുക്കറിയണില്ല. നമ്മളെ മക്കളും നമ്മളെ പേരമക്കളും പറയാൻ തുടങ്ങി ജസാക്കുമുല്ലാഹു ഖൈറാ. അപ്പൊ ഇവനിങ്ങനെ ഇരുന്നിട്ട് ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ, അള്ളാന്റെ പേരൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ നല്ലതായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ കുട്ടി പറയാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നല്ല, ആമീൻ പറയാം, ആമീൻ വൈലയിക്കാന്ന് പറയുന്നറിയാം. ആന്ന് ചില ആളുകൾ പറയാം, നമ്മളിപ്പോ നമ്മളെ കുട്ടീനെ സഹറത്തുൽ ഖുർആനിലേക്ക് പറഞ്ഞു വെച്ചിട്ട് കുടുങ്ങിയിരിക്കുക ഉസ്താദേ. എന്താ കാരണം? കിടന്നുറങ്ങുമ്പോ കുട്ടി ദിക്റ് ചൊല്ലുന്നു, ഉമ്മാനോട് വരുമാ ദാ ഈ ദിക്റ് ചൊല്ല്, ബാപ്പാനോട് പറയും ഈ ദിക്റ് ചൊല്ല്, ബാപ്പാക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉണരുന്ന സമയത്ത് ഉമ്മ അങ്ങനെ തന്നെ എണീറ്റാൽ ഉമ്മാനോട് പറയും പറ്റൂല, അങ്ങനെ എനിക്ക് പറ്റൂല, ഈ ദിക്റ് ചൊല്ല്, മറ്റേ ദിക്റ്. സുബഹി നിസ്കാരത്തിന് കുട്ടി ഉമ്മാനെ വിളിച്ചുണർത്താൻ ഞാൻ കുടുങ്ങിപ്പോയിക്കണോ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്നാൽ അവർക്ക് ഈമാനില്ലാത്തതുകൊണ്ട് കേട്ടോ. സത്യം ഞാൻ പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ കുട്ടികൾ ഉഷാറാകുന്ന കാണുമ്പോൾ ഒരു ഉമ്മാക്ക് ഉപ്പാക്ക് എന്തൊരു സന്തോഷമാണ്. അപ്പൊ അതിനാണ് നമ്മുടെ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളുടെ കീഴിൽ സഹറത്തുൽ ഖുർആൻ ആയാലും മറ്റുള്ള പദ്ധതികളൊക്കെ ഉള്ളത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കൾക്ക് നല്ല പദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. സുബ്ഹാന ജല്ല ജലാലു. ഇത് കുട്ടിന്റെ തൊള്ളയിൽ എപ്പോ നോക്കിയാലും നായം പൂച്ചയെന്നാ അങ്ങനെ വിളിക്കാം. ഉമ്മാനും വിളിക്കും നായ എന്നറിയിക്കും, പൂച്ചാന്ന് വിളിക്കും. എന്താ കാരണം അറിയോ? ഭർത്താവ് ഭാര്യനെ അങ്ങനെ വിളിച്ച് കേട്ട കുഞ്ഞ്. ഭർത്താവ് ഭാര്യനെ, സ്വന്തം ബാപ്പ ഉമ്മാനെ വിളിച്ചത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് അത് കേട്ടതാണ്. അതുകൊണ്ട് കുട്ടികളെ മുന്നിൽ നല്ല വർത്താനെ പറയാവൂ ഉമ്മമാരെ ഉപ്പമാരെ. ഞാൻ പറഞ്ഞു വന്നത് മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ഏത് സമയത്തും മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്
അതുകൊണ്ടാണ് നിങ്ങളെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. വീട്ടിൽ പ്രശ്നം വേണോ വേണ്ടേ? നിങ്ങളെ വീട്ടിന്റെ ഉള്ളില് പുറത്താരും അറിയില്ല, എന്നാലും വേണ്ട. ഇപ്പൊ CCTV ക്യാമറ ഒക്കെ വീട്ടിന്റെ ഉള്ളിൽ വെച്ചിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത്, വീട്ടിന്റെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ അതിനൊരു മരുന്നുണ്ട്, അതിനൊരു നല്ല മരുന്നുണ്ട്. എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റും ചൊല്ലിയിട്ട് ബിസ്മിയും ചൊല്ലിയിട്ട് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരുപാട് ടിപ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളത് സ്വീകരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വഅദ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അങ്ങ് പോകുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം. വഅദ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ഇന്ന് മുതൽ അങ്ങ് തുടങ്ങുക. എന്നാ വീട്ടിൽ കയറുന്ന സമയത്ത് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇത് നിങ്ങളങ്ങ് ചൊല്ലിയാൽ വീട്ടിൽ ഒരു പ്രയാസവും ഉണ്ടാകൂല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് കണ്ണേറിന് വലിയ ഫലമാണ്. ഇനി രണ്ടാമത്തെ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണത്? നിങ്ങൾക്ക് പിശാചിയുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടോ? പലപ്പോഴും ചെറുപ്പക്കാരെ, സഹോദരിമാരെ, തെറ്റായ വഴിയിൽ എത്തിപ്പെടാനുള്ള കാരണം പിശാചാണ്. ആ പിശാചിയുടെ തെറ്റിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ചതിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള പോംവഴിയുണ്ട്. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളൊരു വാചകം പതിവാക്കണം. എന്താണ് ആ വാചകം? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആ വാചകം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കിയാൽ അംനും മിൻ കൈദി ശൈത്വാൻ, പിശാചിയുടെ ചതിയിൽ നിന്ന് നിങ്ങൾക്ക് കാവലാണ് കേട്ടോ. ഇത് പറഞ്ഞതിന് ശേഷം മൂന്നാമതായി പറയുന്നു, മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, വേറെ ഒരു ദിക്റുണ്ട്. നമ്മൾ ഒരിക്കലും മനുഷ്യന്റെ ചതിയിൽ പെടാതിരിക്കാൻ, മനുഷ്യൻ നമ്മെ പറ്റിക്കാതിരിക്കാൻ. ഏറ്റവും കൂടുതൽ ഷെയർ ബിസിനസ്സുകാരൊക്കെ ചിന്തിക്കേണ്ടതാണ്, മനുഷ്യൻ നമ്മളെ പറ്റിച്ചു കളയും, മനുഷ്യൻ നമ്മളെ ചതിക്കുഴിയിൽ പെടുത്തും. ഞാൻ എന്റെ വാദ കേൾക്കുന്ന എല്ലാ സഹോദരിമാരോട് പറയട്ടെ, പഴയ കാലം പോലെയല്ല ഇന്ന് യുവതികളായ ചെറുപ്പക്കാരികളായ സഹോദരിമാരെ വശീകരിക്കാൻ വേണ്ടി ഒരു പുതിയ മരുന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ എത്തിയിട്ടുണ്ട്. എന്താ മരുന്നെന്നറിയോ? ആ മരുന്ന് ഒരു പെൺകുട്ടിയിൽ പ്രയോഗിച്ചാൽ ഭൗതിക കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് ഞാൻ പ്രത്യേകിച്ച് പറയാണ്. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും അവരുടെ പെൺമക്കളെ കേവലം ഭൗതികതയിൽ മാത്രം ഊന്നിയിട്ടുള്ള കലാലയങ്ങളിലേക്ക് പഠിപ്പിക്കാൻ അയക്കരുത്. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അയക്കണ്ട. അല്ലേ ഉസ്താദ്, ഞങ്ങൾക്ക് ഭാരാ, അതുകൊണ്ട് മക്കളെ നമുക്ക് ആവശ്യമില്ല, എന്നാ അയച്ചോ, പറഞ്ഞിട്ട് കാര്യമില്ല. അതേസമയം നിങ്ങളെ കുട്ടികൾ വലുതായാലും നിങ്ങളെ വാക്ക് കേൾക്കുന്ന പെൺകുട്ടികളാകണം. വിവാഹപ്രായമെത്തിയാൽ കണ്ടുകിട്ടിയ കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടിയാകരുത് എന്ന് ചിന്തയുള്ള രക്ഷിതാക്കളോട്, ഉമ്മമാരോട്, ഉപ്പമാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പെൺകുട്ടികളെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ നേതൃത്വം നൽകുന്ന ഒരുപാട് വിമൻസ് കോളേജുകളുണ്ട്. ആ വിമൻസ് കോളേജിൽ ചേർത്തി പഠിപ്പിക്കണം. എന്നാ പിന്നെ അവിടെ ഒന്നും ഇത്തരത്തിലുള്ള ചതിപ്രയോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് ഭൗതികതയിൽ മാത്രം ഊന്നിയിട്ടുള്ള കലാലയങ്ങളിലേക്ക് പറഞ്ഞയച്ചാൽ അതാ ഒരു പ്രത്യേകം മരുന്ന്. ആ മരുന്നിന്റെ പേരാണ് റോഹിൻ പോൾ. റോഹിൻ പോൾ എന്നൊരു മരുന്ന് വന്നിട്ടുണ്ട്. ആ മരുന്നിന്റെ പ്രത്യേകത എന്താണ് ഉമ്മമാരെ? നിങ്ങളുടെ കലാലയങ്ങളിലേക്ക് പഠിക്കാൻ പറഞ്ഞയക്കുന്ന പെൺകുട്ടികളിലേക്ക് ആ മരുന്ന് പ്രയോഗിച്ചാൽ അന്നത്തെ ഒരു ദിവസം അവർക്ക് എന്ത് സംഭവിച്ചു അവർക്കതറിയില്ല കേട്ടോ. പിന്നീട് അവർക്ക് പറയാനും കഴിയില്ല. ഈ അടുത്ത് നമ്മുടെ മലയാളക്കരയിൽ ഒരു സംഭവം നടന്നില്ലേ? പത്രത്തിലെല്ലാം റിപ്പോർട്ട് ചെയ്തില്ലേ? പോലീസ് ഉദ്യോഗസ്ഥന്മാര് പരിശോധിച്ചപ്പോഴല്ലേ റോഹിൻ പോൾ എന്ന മരുന്ന് പ്രയോഗത്തിന് വിധേയളായ പെൺകുട്ടി എന്ന വിവരം കിട്ടിയത്. എന്താണ് സംഭവം? ഭൗതിക കലാലയങ്ങളിലേക്ക് പഠിക്കാൻ പോയൊരു പെൺകുട്ടിയാണ്. വീട്ടിലേക്ക് വൈകുന്നേരമായപ്പോൾ വീട്ടിലേക്ക് എത്തുന്നത് കാണുന്നില്ല.
പിന്നീട് തെരഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു ബസ് സ്റ്റോപ്പിൽ ഇവളിങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, രാത്രി മുഴുവനും അവിടെ തന്നെ കിടക്കുകയാണ്, വീട്ടിലേക്ക് എത്തിയിട്ടില്ല. പിറ്റേന്ന് പ്രഭാതമായപ്പോ നാട്ടിൽ തിരയാൻ തുടങ്ങിയപ്പോ നാട്ടിലെ ബസ് സ്റ്റോപ്പിൽ പെൺകുട്ടി ഉറങ്ങുകയാണ്. എന്താണിത്? 4-5ഓളം വരുന്ന ചെറുപ്പക്കാർ ഇവൾക്ക് റോഹിൻ പോൾ മരുന്ന് പ്രയോഗിച്ചുകൊണ്ട് അവളെ പീഡിപ്പിച്ചതാണ് കേട്ടോ. അവളുടെ ചാരിത്രശുദ്ധി നഷ്ടപ്പെടുത്തിയതാണ് കേട്ടോ. അങ്ങനെ അവളെ ബസ് സ്റ്റോപ്പിൽ എറിഞ്ഞു കളഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് പ്രഭാതമായപ്പോ വീട്ടുകാര് വന്നു നോക്കി, ഇവരെ വിളിച്ചു ഉണർത്തി. ഇവളോട് ചോദിച്ചു, മോളെ ആരാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത്? എന്ത് പറ്റിപ്പോയി മോളെ? ഇവളെ കൊണ്ട് പറയാൻ കഴിയില്ല. ഇവൾ പറയുന്ന വാക്ക് ഒന്നേയുള്ളൂ, ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് നോ. എനിക്ക് അറിയാൻ വയ്യ, എനിക്കറിയുന്നില്ല. പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇവൾ പീഡിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞത്. റോഹിൻ പോൾ എന്ന മരുന്ന് ഇവളെ പ്രയോഗിച്ചിട്ടുണ്ടെന്നറിഞ്ഞത്. ഓ ഉമ്മമാരെ, ഇങ്ങനെ നമ്മുടെ പെൺകുട്ടികൾ പലപ്പോഴും പല ചതിയിലും ജനങ്ങളുടെ മനുഷ്യരുടെ ചതിവലയിൽ പെട്ടുപോകാനുള്ള വഴിയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് പറഞ്ഞേക്കുമ്പോ അവർക്ക് ഈ വാചകം പറഞ്ഞു കൊടുക്കൂ. ജനങ്ങളുടെ ചതിപ്രയോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണത്. നിങ്ങളുടെ മക്കൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഈ വാചകം അവർ പതിവാക്കട്ടെ. ഏതാണ് ആ വാചകം എന്നറിയാമോ? വഉഫവ്വിളു അംരീ ഇലല്ലാഹ്. മൻ ഖാല വഉഫവ്വിളു അംരീ ഇലല്ലാഹ്. ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ വഉഫവ്വിളു അംരീ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എന്റെ എല്ലാ കാര്യങ്ങളെയും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന അർത്ഥം തരുന്ന ആ വാചകം ജീവിതത്തിൽ പതിവാക്കിയാൽ ഒരൊറ്റ മനുഷ്യന്റെ ചതിപ്രയോഗം പേടിക്കേണ്ടതില്ല. അംനും മിൻ മക്രിന്നാസ്, ജനങ്ങളുടെ ചതിപ്രയോഗത്തിൽ നിന്ന് കാവലാണ് കേട്ടോ.